മാനസമൈനി വരൂ മധുരം ഉള്ളി തരൂ നിന്നരുമ പൂവാടിയിൽ നീ തേടുവതാരേ ആരേ മാനസമൈനി വരൂ. ഭാർഗവി നില എൻ്റെ 8ാമത്തെ പടമാണെന്ന് എൻ്റെ ഓർമ്മ. അതിന് മുമ്പുള്ള പടങ്ങളെല്ലാം ഈ സിനിമയിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുണ്ടായിരുന്നു. എനിക്ക് സത്യൻ നസീർ, അവരുടെ സത്യൻ മധു, നസീർ മധു എന്ന് പറഞ്ഞ കുറേ പടങ്ങൾ വന്നിട്ടുള്ളതല്ലാതെ എൻ്റെ മാത്രമായിട്ട് പടം അതിനെ ഒന്ന് കാണുമായിരിക്കും, എനിക്കറിയില്ല. കുറേ കൂടി ഇമ്പോർട്ടൻസ് ഉള്ള റോൾ, അല്ലെങ്കിൽ വലിയ റോളെന്ന് പറയുന്നത് നസീറോ സത്യനെ എടുത്തിട്ട് നമ്മൾ സിനിമാ ഭാഷയിൽ പറഞ്ഞ സെക്കൻഡ് ഹീറോ എന്ന് പറയില്ലേ, ചിലതിൽ അല്പം വില്ലനും ഒക്കെ ആയിട്ടുള്ള റോളുകളാണ് ഞാൻ ചെയ്തിരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഭാർഗവി നിലയം വരുന്നത്. ഭാർഗവി നിലയം വന്നപ്പോൾ ആസ് എ ട്രെയിൻഡ് ആർട്ടിസ്റ്റ് എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ആദ്യമായിട്ടൊരു സംഗതി ചെയ്യാനൊരു അവസരം കിട്ടുന്നു. ഒരു സ്റ്റേജ് ആയിട്ട് ബന്ധമുണ്ടെന്ന് വെച്ചാൽ ഇല്ലയെന്ന് പറയാനൊക്കില്ല. കാരണം ഇൻ്റർവ്യൂവിൽ ഞാൻ മാത്രമേ ഉള്ളൂ, കുറേ അൺഇമ്പോർട്ടൻറ്റ് ക്യാരക്ടേഴ്സ് വേറെ ഉണ്ട്. പക്ഷേ ആ ഒരു ബിൽഡിങ്ങിൻ്റെ അകത്ത് ഈ കാണാൻ ഒരു യക്ഷിയും ഭാർഗവി കുട്ടിയും ഞാനുമായിട്ട് എത്രയോ സീൻസ്. അപ്പോൾ ഇൻ്റർവെൽ വരെ ഇറ്റ് ഇസ് എൻ വൺ മാൻ ഷോ. അത് സ്റ്റേജ് 3 വശമോ അടച്ചിട്ട് ഫ്രണ്ടിൽ തുറന്നിട്ട് കട്ടൻ ഇടുന്ന സ്റ്റേജ് അല്ലാന്നൊരു വ്യത്യാസമേ ഉള്ളൂ. മനസ്സിലായില്ലേ? ഈ ക്യാമറ ഇരിക്കുന്ന ഭാഗം എടുത്ത് ബാക്കിയുള്ളതൊക്കെ നമ്മുടെ സാമ്രാജ്യമാണ്. അത് വളരെ പ്രഗത്ഭനായ ഒരു ഡയറക്ടറും